ഇവിടേക്കൊന്ന് തപ്പാം. ഇത് വേറെന്തോ സാധനമാണ്. ഓ, പയറ്. ഇപ്പോൾ ഇത് എവിടെ കൊണ്ടാണ് വെച്ചിരിക്കുന്നത്? ഓ, എണ്ണയാ. ഓ, ഉപ്പായിരുന്നു. സമയത്തിന് വരത്തുമില്ല, ഓരോ സാധനങ്ങൾ വെക്കേണ്ടടുത്ത് വെക്കത്തുമില്ല. ഇവിടൊക്കെ എന്നാ ചെയ്യേണ്ടത്? ഓ, ചുക്കുപൊടി അത് വേണ്ട. ഓ, ഇവിടൊക്കെ ചെയ്യേണ്ട എന്നാന്നറിയാവോ? ലതാ, ഓക്കെ. ലതേ, നീ നിന്റെ വീട്ടിലെ പണി മുഴുവൻ തീർത്തിട്ട് ഇങ്ങോട്ട് വരാനാണ് ഭാവമെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. സാർ എഴുന്നേറ്റിട്ടുണ്ട്. ഞാനിവിടുത്തെ കാര്യസ്ഥനാ, അല്ലാതെ വേലക്കാരനല്ല. അത് നീ മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേ. ഈ തേയിലയും പഞ്ചാരയൊക്കെ പിന്നെ ഇത് എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത്? ഇനി അവളെങ്ങാനും അതും കൊണ്ട് വീട്ടിൽ പോയി കാണും. മോളെ ഗൗരി, എഴുന്നേക്ക് മോളെ. ഗൗരി, ഡാഡി ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വിളിച്ചാ പോരായിരുന്നോ? നന്നായിട്ട് ഉറങ്ങുമായിരുന്നു. ഈ കമ്പനി കാര്യങ്ങളൊക്കെ പാതിര വരെ കുത്തിപ്പിടിച്ചിട്ട് നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അക്കൗണ്ട് സെക്ഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നിയമിച്ചാ പോരെ? എന്റെ ജോലി ഞാൻ തന്നെ ചെയ്താലല്ലേ ശരിയാവുള്ളൂ. ഓ, ശരി ശരി, ഫ്രഷ് ആവാൻ നോക്ക്. പോണം. ഗെറ്റ് റെഡി. ചായ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങുമായിരുന്നു. ലത ഇപ്പൊ എത്തും. ഇന്ന് കമ്പനിയിലേക്ക് 10 ലോഡ് വരുന്നുണ്ട് കമ്പത്ത് നിന്ന്. കുര്യനെ വിളിച്ച് ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. പിന്നെ കാറിൽ എന്റെ ബ്രീഫ് കേസ് ഇരിപ്പുണ്ട്. ഇന്നലെ അത് എടുക്കാൻ പറഞ്ഞു. ആ നിർത്ത് റൂമിലേക്ക് വെച്ച്. ഓക്കെ. മോളെ, ദേ ചായ. മോളെ, ഒരു മിൽക്ക് പ്രൊഡക്റ്റിന്റെ ഒരു കമ്പനി തുടങ്ങാൻ ഒരാലോചനയുണ്ട്. ബാംഗ്ലൂരിൽ ഓൾറെഡി ഒരു കമ്പനി ഉണ്ട്, അതവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അതങ്ങ് പർച്ചേസ് ചെയ്താലോ? എന്താ നിന്റെ അഭിപ്രായം? എന്റെ ഡാഡി ഉള്ളത് തന്നെ ഇപ്പൊ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ആർക്ക് വേണ്ടി ഇതെല്ലാം? ആർക്ക് വേണ്ടിയാന്നോ? എന്റെ ഗൗരി മോൾക്കും അവളുടെ ഭർത്താവിനും അവർക്കുണ്ടാകുന്ന കുട്ടികൾക്കും. അല്ലാതെ ആർക്ക്? സാറേ, ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ റെഡിയാക്കാട്ടോ. കാര്യമല്ലാതെ വൈകിയാ വരുന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കറക്റ്റ് ടൈമാ. വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് ഭക്ഷണം റെഡിയാക്കി അവരെ സ്കൂളിൽ വിട്ടിട്ടല്ലേ എനിക്ക് വരാൻ പറ്റൂ. മനഃപൂർവ്വം താമസിച്ചു വരുന്നതല്ല സാറേ. ഞാനൊരു തമാശ പറഞ്ഞില്ലല്ലേ. എനിക്കിന്ന് ലഞ്ച് എടുക്കണ്ടല്ലോ ചേച്ചി. ഇന്ന് എന്റെ കോളേജ് മേറ്റിന്റെ ഹൗസ് വാമിങ്ങാ. അതെ, കുര്യൻ സാർ ഓഫീസിലോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ആ ചന്ദ്രേട്ടാ, ചിന്നക്കനാൽ പ്ലാന്റേഷനിലെ ഏലത്തിന്റെ വളയിടൽ മറന്നോ? മറക്കി. ഉച്ച കഴിയുമ്പോഴത്തേക്കിനും മുരുകൻ വളവും കയറ്റി ജീപ്പ് വാട്ടിങ്ങി വരും. ഞാൻ അത് കയറി അങ്ങ് പൊക്കോളാം. ഓക്കെ. ടൈം ഈസ് വെരി ലേറ്റ് ഗൗരി. യെസ് ഡാഡി, ഐ ആം റെഡി. ലത അവിടെ നിന്ന് നിന്നേ. എന്താ ചന്ദ്രേട്ടാ? ഈ ലത എന്ന് പറയുന്ന പേരിന്റെ നാനാർത്ഥവും പര്യായവും ഒക്കെ വള്ളിന്ന. സെന്റിമെന്റൽ വർക്കൗട്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും നടക്കുമെന്ന് ഓർക്കണ്ട കേട്ടോ. അതുകൊണ്ട് വരുന്നതിനും പോകുന്നതിനും കൃത്യനിഷ്ഠ പാലിക്കുന്നത് നല്ലതാ. മനസ്സിലായോ? അല്ല പിന്നെ ഇയാൾ കാര്യസ്ഥനാണോ അതോ കാര്യഅസ്വസ്ഥനാണോ? മുതലാളിയാണെന്നാ വിചാരം. ഞാൻ അപ്പോഴേ പറഞ്ഞ രായപ്പനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കരുതെന്ന്. ഉറച്ചിരിക്കുന്നുണ്ടോ? ചന്ദ്രേട്ട, ഇത് അയാളൊന്നുമല്ല, ഈ നിൽക്കുന്ന ഇവളുടെ പണിയാണ്. കുഞ്ഞായിരുന്നു. എന്നാ കുഴപ്പമില്ല, പൊക്കോ.
ഡാഡി കുറച്ച് നേരത്തെ വരണേ, ഇന്ന് നമുക്ക് പർച്ചേസ് ഉള്ളതാ. പോണേ മോളെ. ഞാനേ ചിന്നക്കനാലിൽ പോയിട്ട് വരുന്ന വഴിയാ. അവിടെ റീപ്ലാന്റിങ് തീരാറായി. ഒരു 3-4 ദിവസം കൊണ്ട് കഴിയും. പിന്നെ യൂണിയൻ നേതാവ് സതീശൻ എന്നെ കണ്ടിരുന്നു. തൊഴിലാളികളുടെ ശമ്പള വർധനയെക്കുറിച്ച് സംസാരിച്ചു. 6 മാസം മുമ്പല്ലേ സാലറി കൂട്ടിയത്? അത് ഞാൻ പറഞ്ഞു. പിന്നെ പുതിയ ഇലക്ഷൻ വരികയാണല്ലോ. തൊഴിലാളികളുടെ ഇടയിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്ന അവൻ. പല പേര് പറഞ്ഞ് കാശ് വിരിക്കുന്നുണ്ടല്ലോ. ഇനി ആ ഏർപ്പാടങ്ങ് നിർത്തിയത്. ഇനി അവൻ കുര്യനെ വിളിച്ചാല് എന്നെ വന്ന് കാണാൻ പറഞ്ഞാൽ മതി. ശരി. പിന്നെ കമ്പത്തുനിന്ന് ലോഡ് വരുന്ന കാര്യം ചന്ദ്രൻ പറഞ്ഞിരുന്നോ? ഉവ്വ്, ഞാൻ വിളിച്ചിരുന്നു. ലോഡ് പുറപ്പെട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ പ്ലാന്റ് വെക്കുന്ന കാര്യം എന്തായി? ഈ കാര്യം ഞാൻ ഗൗരിയുമായി സംസാരിച്ചു. അവൾക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. എൻ്റെ ഈ ഒറ്റയ്ക്കുള്ള ഓട്ടം കണ്ടിട്ടാവും. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഗൗരിക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ചെക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. കൊള്ളാവുന്ന ഫാമിലിയാ. കുര്യൻ തന്നെ ഈ കാര്യം അങ്ങോട്ട് സംസാരിച്ചാൽ മതി. ഞാൻ ഈ കാര്യം പറഞ്ഞ് മടുത്തതാ. ശരി, ഞാൻ സംസാരിക്കാം. അപ്പൊ ശരി, ഓക്കെ, ഞാൻ ഓഫീസിലുണ്ടാവും. ശരി. ആ കുര്യൻ ഇപ്പത്തും കഴിക്കാൻ എന്താ ഉള്ളത്? ചപ്പാത്തി ഉണ്ട്, റൈസ് ഉണ്ട്, വെജിറ്റബിൾ കുറുമയുണ്ട്. വേണമെങ്കിൽ ഇപ്പം മട്ടൻ ചാപ്സ് റെഡി ആക്കി തരാം. ഓക്കെ, അത് മതി. എന്തൊരു തണുപ്പാണോ. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഹായ്. ഇരിക്ക്. ഇന്നിത്തിരി ലേറ്റായാലും കുഴപ്പമൊന്നുമില്ല. വൈഫും മോളും അവളുടെ വീട്ടിൽ പോയിരിക്കുക. നിനക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണ്. നിനക്ക് സോഡ വേണ്ടല്ലോ? എനിക്ക് സോഡയും വെള്ളമൊന്നും വേണ്ട. മദ്യത്തിൻ്റെ രുചി അറിഞ്ഞ് കഴിക്കണമെങ്കിൽ ഡ്രൈ ആയിട്ട് ഓരോ സ്മോൾ വീതം കഴിക്കണം. മറ്റു സാധനം അവിടെ ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് ലിവറേ. 25 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ. അതിന് ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. Cheers. താനൊന്ന് എങ്ങനെയെങ്കിലും ഗൗരിയെ പുറത്തുനിന്ന് സമ്മതിപ്പിക്കണം. എനിക്ക് തോന്നുന്നില്ല. മാരേജ് എന്ന് പറയുമ്പോഴേ അവൾക്ക് ദേഷ്യമാണ്. മുമ്പും കുറെ പ്രപ്പോസൽ കൊണ്ടുപോകുന്നല്ലേ? ഇതതുപോലെയാണോ? USA സിറ്റിസൺ, നാട്ടിലെ 100 ഏക്കർ റബ്ബർ, കുമരകത്ത് ഹൗസിംഗ് ബോട്ട് 4 എണ്ണം, പിന്നെ കണക്കിൽ പെട്ടതും പെടാത്തതുമായ സ്വത്തുക്കൾ പലയിടത്തും. ഇതിൽ കൂടുതൽ ഇനി എന്തു വേണം? അത് ശരി, ഇന്ന് കുര്യനങ്ങളും ഉണ്ടോ? അതെ ഡാഡി, 3 പെഗ്, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. ഓ, ഉത്തരവ്. ചന്ദ്രേട്ടനോട് ചേരെടുക്കാൻ പറ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഞാനേ ഈ രാത്രി കുത്തിപ്പിടിച്ച് കാർ ഓടിച്ച് വന്നതിനൊരു കാരണമുണ്ട്. എന്താങ്ങളെ? ഇതൊന്ന് നോക്കി. ഫോട്ടോ കൊള്ളാം. അങ്കിളുടെ ഉദ്ദേശവും മനസ്സിലായി. ഡാഡി, ഇത് കുര്യനങ്കിൾ കൊണ്ടുവന്ന 48ാമത്തെ പ്രപ്പോസലാ. അങ്കിളിന് ബ്രോക്കർ ആവേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കുര്യ. മോളെ, ചെക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, USA സിറ്റിസണാ, ഇഷ്ടം പോലെ സ്വത്തും. ഞാൻ എന്റെ ഡാഡിയെ വിട്ട് എങ്ങും പോകുന്നില്ല. താടിയുടെ കാലം കഴിയുമ്പോ പിന്നെ എന്ത് ചെയ്യും? അത് അപ്പോഴല്ലേ, കല്യാണം കഴിക്കാതെ ആരും ജീവിക്കുന്നില്ലേ ഡാഡി? അങ്ങനെയല്ല ഗൗരി. ഏതൊരു മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെയായി ജീവിച്ചു കാണാൻ അതിയായ താല്പര്യം ഉണ്ടാവും. അത് മോൾക്ക് മനസ്സിലാവണമെങ്കിൽ നീ ഞങ്ങളുടെ അവസ്ഥയിലെത്തണം. അങ്കിള് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വാ, നല്ലൊരു ഡിന്നർ തരാം. അപ്പോഴേ ഞാനൊരു ശബ്ദം എടുത്തിട്ടുണ്ട്. എന്താ അത്? നിന്റെ കല്യാണത്തിന്റെ സദ്യ ഞാൻ ഇവിടുന്ന് കഴിക്കുന്നു. ആ ശബ്ദം വേസ്റ്റ് ആവുമല്ലോ കുര്യനങ്ങളെ. കുര്യനങ്കിളിന് ഒരു കല്യാണം നടത്തിയേ പറ്റുമെന്നുണ്ടെങ്കിൽ എന്റെ ഡാഡിയെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കും. ഞാൻ പോവാം, എനിക്ക് വരെ ജോലിയുണ്ട്. അങ്കിളെ, ഡാഡിയെ 3 പെഗ് നിർത്തണേ. അപ്പൊ ഇതും ചീറ്റി. താൻ ഒഴിയിടും. ആഹാ, ഇന്ന് നേരത്തെ ആണല്ലോ. അപ്പൊ ലതയ്ക്കപ്പം കൃത്യസമയത്ത് വരാനൊക്കെ അറിയാം. എന്റെ ചന്ദ്രേട്ടാ,
നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ വല്ലാത്ത ചൊറിച്ചിലാണല്ലോ. അറിയാൻ മേലെ എനിക്ക് ചോദിക്കും. ലേഡി പെണ്ണെ, നാക്കിനെല്ലില്ലെന്നും പറഞ്ഞ് ആരോട് എന്തും പറയാൻ നോക്കണ്ട കേട്ടോ. നീ ഈ നാട്ടിലെ അവസാനത്തെ വേലക്കാരി ഒന്നുമല്ല, അത് മനസ്സിലായിക്കോണം കേട്ടോ. ഞാനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ കാറ് തുടയ്ക്കുന്നു, ഞാൻ വീടിനകം തുടയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കട്ടെ മനുഷ്യ. ഞാനും തല പൊക്കി തുടങ്ങിയല്ലോ. ചന്ദ്രേട്ടാ, ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിനായിട്ട് ബാംഗ്ലൂർ വരെ ഒന്ന് പോവുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ. ആ പ്ലാനിൽ ചെന്ന എല്ലാ കാര്യങ്ങളും കുര്യനൊന്ന് സഹായിച്ചു കൊടുക്കണം. അല്ലാതെ ലതയായി തല്ലുകൂടി തേരാപ്പാറ നടക്കരുത്. ഇന്നലെ 3 പെഗ്ഗി നിന്നിട്ടില്ല. പിന്നെ ഞാനോ നല്ല ഹാങ് ഓവർ വാക്കും വേണ്ടാന്ന് വെച്ചു. നിനക്ക് തോന്നുന്നതാ. ഞാൻ ഡാഡി ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതൊന്നുമല്ലല്ലോ. ഡാഡി ബാംഗ്ലൂർ പോയിട്ട് എന്നാ വരുന്നേ? ഇന്ന് 28 അല്ലേ? നെക്സ്റ്റ് മൺഡേ ഐ വിൽ കം ബാക്ക്. സിന്ധു ആന്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ സിന്ധു ആന്റിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയാലോ? ഞാനത് പറയാനിരിക്കായിരുന്നു. പിന്നെ സെപ്റ്റംബർ 5 അറിയാലോ? കൊള്ളാം. എനിക്കാകെയുള്ള സ്വീറ്റിയുടെ ബർത്ത്ഡേ അല്ലേ? എന്തൊക്കെ മറന്നാലും ഡാഡി അത് മറക്കൂ. മോള് പോകേണ്ട സ്ഥലം തീരുമാനിക്കും. ഗൂഗിൾ ചെയ്ത് നോക്ക്. അതെങ്ങനെയാ? ഗൂഗിളിൽ പോകാത്ത സ്ഥലം വല്ലതും ബാക്കിയുണ്ടോ? 10-20 വർഷമായിട്ട് പോകുന്നതല്ലേ. അതിനൊക്കെ ടൈം ഉണ്ടല്ലോ ഡാഡി. അതൊക്കെ അപ്പ നോക്കാം. എന്നാ വാ, നമുക്ക് കോഫി കഴിക്കാം. ഓക്കേ. ആരത്? ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ മോളെ. നന്ദേട്ടൻ എന്തിയെ? ഡാഡി ബിസിനസ് മീറ്റിംഗിന് പോയേക്കോ ബാംഗ്ലൂര്. ആഹാ മോളെ, കാക്ക വിരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വിരുന്നുകാർ വരുമായിരിക്കും. എന്റെ കുട്ടി വിരുന്നേരുന്നല്ല, അവള് വൃത്തിയാ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ സിന്ധു. നീ ഇവിടെ ഒന്ന് വാചകം അടിക്കാതെ അകത്തോട്ടേ മോള് ചെല്ലു. മോളെ കുറച്ച് മെലിഞ്ഞു കേട്ടോ ഗൗരി. ഏയ്, അതാ എനിക്ക് തോന്നുന്നതാ. എന്താണെങ്കിലും കുറച്ചു ദിവസം ഇവിടെ നിന്ന് സമയത്തിന് നല്ല ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് ഒന്ന് മിനുക്കി എടുത്തിട്ട് എന്തിനു ഞാൻ വിടുന്നുള്ളൂ. നല്ല കാര്യായി. അവിടെ അക്കൗണ്ട് സെക്ഷനിൽ ഞാനില്ലാത്ത സംഗതി ഡിമ്മാവും. അങ്കിളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എന്ത് പറയാനാ മോളെ, നമ്മുടെ ലൈഫ് ഈ കപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ഈ മണ്ണിൽ കൃഷി ചെയ്ത് വിത്തുവാക്കി മുളച്ചു വരുമ്പോണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാ. ഏത്? അത് തന്നെ. അത് തന്നെ. എന്റെ ഗൗരിക്കുട്ടി, ഇവിടെ ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാ ഈ മനുഷ്യൻ മണ്ണും കൃഷിക്കായിട്ട് ഇങ്ങനെ നടക്കുന്നേ. ആകെ ഉണ്ടായിരുന്ന ഒരു ആൺതരി അങ്ങ് പഠിക്കാനായിട്ട് പുറത്തേക്കും പോയി. പിന്നെ ആർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കുന്നേ? എന്ത് ചെയ്യാനാ? പിന്നെ പകുതി എങ്ങാനും വിറ്റ് ആ കാശ് ബാങ്കിലിടാൻ പറഞ്ഞാൽ അതും കേക്കില്ല. ഭയങ്കര അഭിമാനിയാ. അച്ചു വീട്ടിൽ 5 രൂപ പോലും വേണ്ടാത്ര. ഞാൻ അഭിമാനി തന്നെയാ. എന്റെ സിന്ധു, നിന്റെ പരിഭവവും പരാതിയൊക്കെ പിന്നെ ആവാലോ. കുട്ടി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഗൗരി മോള് പോയി ഒന്ന് ഫ്രഷ് ആവും. ഫ്രഷ് ഒക്കെ ആയിട്ട് വരാം. പക്ഷേ നമുക്ക് നമ്മുടെ കപ്പത്തോട്ടത്തിൽ പോയി കപ്പയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി കഴിക്കണം. അതൊരു പ്രത്യേക വൈബാ. അതിനെന്താ, ആയിക്കോട്ടെ. നല്ല സിലോൺ കപ്പയും നാടൻ കോഴി പരട്ടും അങ്ങനെ നമുക്കങ്ങ് കളറാക്കാം. ഓക്കെ സിന്ധു, നീയേ മുറ്റത്ത് കുറച്ച് നെല്ല് വിതറിയിടും. നമുക്കേ ആ മൂത്ത പുള്ളിക്കോഴിയെ തന്നെ പിടിക്കും. അവൻ ഈയിടെയായിട്ടേ നമ്മുടെ മാധവന്റെ വീട്ടിൽ ഇത്തിരി കറുത്ത കൂടുതലാണ്.
ആ എണീറ്റോ? നന്നായി ഉറങ്ങി. അങ്കിൾ എന്തേ? ഉള്ള കള്ളൊക്കെ കൂടി കുടിച്ച് നല്ല ഉറക്കത്തിലായിരുന്നല്ലോ രണ്ടുപേരും. ഇനിയിപ്പോ ആന കുത്തിയ പോലെ എഴുന്നേക്കില്ല ചേട്ടൻ. നാളെ അമ്പലത്തിൽ പോണ്ടതാ, ഹരിയുടെ പിറന്നാളാ. ഹരിയുടെ പഠിത്തൊക്കെ തീരാറായോ? ആ തീരാറായി. ആളിപ്പോ തീരെ വിളിക്കാറില്ല. വലിയ ചെക്കനായി പോയില്ലേ? ആ പിന്നെ പറഞ്ഞ പോലെ ഗൗരിയുടെ പിറന്നാള് സെപ്റ്റംബർ 5-നല്ലേ? ആന്റിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കറിയില്ലേ എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ. വാ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്, വന്നേ. അതെ, ഇങ്ങനെ സിംഗിളായിട്ട് നടന്നാ മതിയോ? അതെങ്ങനെയാ? നന്ദേട്ടന്റെ ഗൗരിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആന്റി. ഡാഡിയെ തനിച്ചാക്കി എനിക്കൊരു മാരേജിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. നന്ദേട്ടൻ പാവാ, ആരെന്ത് പറഞ്ഞാലും പറ്റില്ല എന്ന് പറയില്ല. അതെ. അതല്ലേ ലക്ഷ്മിച്ചിയുടെ കാര്യം അമ്മാവൻ പറഞ്ഞപ്പോ പിന്മാറാതിരുന്നത്? അതെന്താ? എന്റെ അമ്മയെ ഡാഡിക്ക് ശരിക്കും ഇഷ്ടമല്ലായിരുന്നോ? ഞങ്ങളുടെ അമ്മാവന്റെ മോളായിരുന്നല്ലോ ലക്ഷ്മിയെടുത്തി. ജന്മനാ കുറച്ച് വൈകല്യങ്ങളൊക്കെ ഉള്ള ആളാ. നന്ദേട്ടന് പല സ്ഥലങ്ങളിൽ നിന്ന് ആലോചന വരുമ്പോഴും നന്ദേട്ടൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അതിന് കാരണം ചെറുപ്പത്തിലെ ഒരു അഫെയർ ഉണ്ടായിരുന്നു. സുമ എന്റെ ക്ലാസ്മേറ്റാ. ഞാൻ അവർക്കിടയിൽ ഹംസമായിട്ട് നിന്നിട്ടുണ്ട്. ആ ബന്ധം കല്യാണത്തിന്റെ വക്കിൽ വരെ എത്തിയതുമാണ്. അപ്പോഴാണ് ഞങ്ങളുടെ അമ്മാവൻ ലക്ഷ്മിയെടുത്തിയുടെ കാര്യം ഇവിടെ വന്ന് പറയണത്. ഞങ്ങളുടെ അച്ഛനത് തീരെ ഇഷ്ടമല്ലായിരുന്നു. ലക്ഷ്മിയെടുത്തിക്ക് വേറൊരു ആലോചന വരികയില്ല. ലക്ഷ്മിയച്ചിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന അമ്മാവൻ പറഞ്ഞപ്പോ നന്ദേട്ടൻ മനസ്സെല്ലാം മനസ്സോടെ സമ്മതം മൂളി. അവരിപ്പോ എവിടെയാ? കൊച്ചിയില് ഒരു ഡാൻസ് സ്കൂൾ നടത്തുകയാണിപ്പോ. ജൂതത്തെരുവില. ഒരിക്കലും എന്നെ കണ്ടപ്പോ പറഞ്ഞതാ. ഡാഡിക്ക് അവരെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നോന്നോ? എന്ത് ചോദ്യം എന്റെ ഗൗരിക്കുട്ടി ചോദിക്കണത്? മനസ്സിൻ കുയിലുകൾ പാടും മധുരമി ഗാനം പകരാമഴകിൽ വിരിയും പ്രേമ കുളിരാകാമോ? കനവിൽ നിറയെ മഴവിൽ മോഹവുമായി അരികിൽ നിൽപ്പൂ ഞാനൊരു നവവധുവായി. മനസ്സിൻ കുയിലുകൾ പാടും മധുരമി ഗാനം പകരാൻ അഴകിൽ വിരിയും പ്രേമ കുളിരാകാമോ? പഞ്ചവർണ്ണ പൈങ്കിളിയായിടിൽ സ്നേഹ പഞ്ചലോഹ കൂടൊരുക്കീടാ. പഞ്ചവർണ്ണ പൈങ്കിളിയായിടിൽ സ്നേഹ പഞ്ചലോഹ കൂടൊരുക്കീടാ. സ്വരസുധയായി ഞാൻ ഒഴുകുമ്പോൾ ശ്രുതി ചേർന്നനു പല്ലവിയാകാമോ? പാർവണ ചന്ദ്രിക പൂക്കുന്ന നേരത്ത് പാതിമയങ്ങി ഞാൻ നിൽക്കേ. ഒരു മുല്ല വള്ളിയായി നീ എൻ്റെ ചാരത്ത് കുളിരുള്ള ചൂട് പകരാമോ? ചൂടുള്ള കുളിര് പകരാമോ? മനസ്സിൻ കുയിലുകൾ പാടും മധുരമി ഗാനം പകരാൻ അഴകിൽ വിരിയും പ്രേമ കുളിരാകാമോ? ലാ 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 ലാ. ലാ 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 ലാ. എന്താ അമ്മവാ? മോനെ നന്ദാ, ലക്ഷ്മിക്ക് വയസ്സ് കൂടിക്കൂടി വരിക. ഒരുപാട് സ്ഥലത്തുനിന്ന് ആലോചനകൾ എത്ര വന്നു, എല്ലാം മുടങ്ങി. കേൾവിയും സംസാരശേഷിയില്ലാത്ത എൻ്റെ കുട്ടിയെ ആർക്കും വേണ്ടാന്ന്. അമ്മയില്ലാത്ത കുട്ടിയെ ഞാൻ എൻ്റെ തണലിൽ എത്ര നാൾ നിർത്തും? മോനെ നന്ദാ, ഒരാളുടെ സഹായം ഇല്ലാതെ ഒന്ന് പുറത്തേക്ക് പോകാൻ പോലും അവൾക്ക് പറ്റില്ല. നിങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു പഠിച്ച് നടന്നതല്ലേ. നന്ദൻ വിചാരിച്ച് അവക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റൂ? അമ്മവാ
എനിക്ക് ലക്ഷ്മി അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. എന്റെ പെങ്ങളല്ലേ അവള്. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. മോനെ, നീ നിന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം. ഇതല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല. അതെങ്ങനെ സാധിക്കും അമ്മാവ? ലക്ഷ്മിയെ കുറിച്ച് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്കെന്നെ സിന്ധുവിനെ പോലെ തന്നെ ലക്ഷ്മിയും. മോനെ, ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാന. ഇത് നടന്നില്ലെങ്കിൽ അവൾക്ക് ഇത്തിരി വിഷവും മേടിച്ചു കൊടുത്ത് ഞാനും അങ്ങ് പോകും. ഞാൻ യാചിക്കുകയാണ് മോനെ, നിന്നോട് യാചിക്കുകയാണ് ഞാൻ എന്റെ മോൾക്ക് വേണ്ടി. അമ്മാവന്റെ സ്വത്തും പണം കണ്ടപ്പോ എന്നെ മറന്നല്ലേ? ഇതിനായിരുന്നോ നന്ദേട്ടന് ഇത്രയും നാള് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടന്നത്? അങ്ങനെ പറയല്ലേ. ലക്ഷ്മിയുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെന്താ ഉണ്ടാവുമെന്ന് അമ്മാവന്റെ സംസാരത്തിൽ നിന്നും ഏതാണ്ടൊക്കെ ബോധ്യമായിട്ടുണ്ട്. നന്ദേട്ട, ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കണ്ടില്ലേ? ഒത്തിരി മോഹങ്ങൾ എനിക്ക് നൽകിയില്ലേ? എന്റെ മനസ്സിൽ നന്ദേട്ടനല്ലാതെ വേറൊരാളുണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും എന്നോട് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയണത്? നന്ദേട്ടനെ ഒന്നോർത്തോ, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നന്ദേട്ടന്റെ കൂടെ മാത്രമായിരിക്കും. അല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ആർക്കൊരു തടസ്സാവാതെ ഞാൻ അങ്ങോട്ട് പോയേക്കാം. സുമേ, സുമേ ഒന്ന് നിക്ക്. നന്ദേട്ട സുമയെ കാണാറില്ലേ? ഞാനിപ്പോ കണ്ടിട്ട് ഒരു 2-3 ദിവസമായി. ഞാൻ ഇന്നലെ സുമയെ കണ്ടിരുന്നു. പക്ഷെ അവളെ എന്നെ ഒന്ന് നോക്ക് പോലും ചെയ്തില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അമ്മാവൻ പറഞ്ഞ കാര്യം ഞാൻ സുമയോടൊന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നിട്ട് നന്ദേട്ടന്റെ തീരുമാനം എന്താ? എനിക്കിപ്പോ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിന്നെ കുറച്ച് നാളായിട്ട് എന്താ നിനക്കൊരു മനംമാറ്റം? എനിക്ക് ആരോടും ഒരു പരിഭവമില്ല. അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ട് മനസ്സിൽ? നീ കാര്യം പറ. അന്നെന്റെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്നോട്. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളുടെ അമ്മാവന്റെ സ്വത്തും പണവും കണ്ടപ്പോ നന്ദേട്ടന്റെ മനസ്സിലാണ് ഇപ്പൊ ഇത്രയും വലിയ മാറ്റം. അല്ലാതെ എനിക്കല്ല. ദൈവത്തെ ഓർത്ത് ഇനി എന്നെ കാണാൻ വരണ്ട. സുമേ, അങ്ങനെ സുമയുടെയും നന്ദേട്ടന്റെയും നിശ്ചയം വരെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അമ്മാവൻ വന്ന് ഞങ്ങളുടെ അച്ഛനോട് ലക്ഷ്മിയെടുത്തിയുടെ കാര്യം വീണ്ടും ഗൗരവമായിട്ട് പറയുന്നത്. അങ്ങനെ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഞങ്ങളുടെ അച്ഛനും അത് സമ്മതിക്കേണ്ടി വന്നു. പാവൻ ഡാഡി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു ത്യാഗം ചെയ്തു. പ്രസവത്തോടെ ലക്ഷ്മിയെടുത്തി പോയി. താങ്ങാവുന്നതിലപ്പുറം ഷോക്കായിരുന്നു നന്ദേട്ടന്. പിന്നെ ജീവിതത്തോടൊരു വാശിയായിരുന്നു. പിന്നീട് ഒരു വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നൽകി മോളെ വളർത്തി വലുതാക്കി. ഇനി ഒരിക്കലും നിന്റെ ഡാഡിയുടെ കണ്ണ് നിറയാനിടയാകരുത്. കുട്ടി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നന്ദേട്ടന്റെ ലൈഫൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഗൗരിക്കുട്ടി ഇങ്ങോട്ട് വന്ന് അടിച്ചു പൊളിക്കാനെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ചേ. ചിരിക്ക്, ചിരിക്ക്, ചിരിക്കടോ. ഇത് ഇച്ചിരി കൂടി മതിയാ?
മതി മതി. ആ. അങ്കിളും ആന്റി എന്നാ അങ്ങോട്ടേക്ക് വരുന്നേ? നിന്റെ വരാന്നേ. കല്യാണത്തിന്. അപ്പൊ വരവേ ഉണ്ടാവില്ല. അളിയൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു കഴിയുമ്പോ ഞാനൊരു വരവ് വരും അങ്ങോട്ട്. നിന്നെ കെട്ടിച്ചിട്ടേ തിരിച്ചു വരുന്നുള്ളൂ. നന്ദേട്ട് നാളെ വരുന്നല്ലേ പറഞ്ഞേ? ആ, എന്ന് ഇതില് വരാൻ പറയാം. ഡാഡി ഭയങ്കര ബിസി അല്ലേ, ഇതിലേ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിളിച്ചാലേ അളിയൻ വരും. എന്നാ വിളിക്ക്. നന്ദേട്ട് ഇവിടെ വന്നിട്ട് 1 വർഷത്തിലേറെയായി. ആന്റി ഇവിടെ ഇരുന്നേ, കഴിപ്പിക്കാൻ നിക്കാതെ കഴിക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം മോളെ. ആ സിന്ധു, ആ? ഉച്ചയ്ക്ക് 4-5 പണിക്കാരുണ്ടാവും. അവർക്ക് ചോറ് കൊടുക്കണം. പുറത്തുനിന്ന് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും ബാലേട്ടാ? ഞാൻ വെച്ചുണ്ടാക്കി മടുത്തു. എനിക്ക് തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ തരംതിരിവൊന്നുമില്ല. നമ്മൾ എന്ത് കഴിക്കുന്നോ അത് തന്നെ നമ്മുടെ പണിക്കാരും കഴിക്കണം. അവര് വിയർപ്പൊഴിക്കേണ്ട ഫലമാ നമ്മൾ ഇപ്പൊ ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ. മനസ്സിലായോ? ആന്റി, അങ്കിള് ജിമ്മൻ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? പണിയെടുത്തിട്ടോ? എന്താ സംശയം? ഈ രാവിലെ ഓടാനും ചാടാനും ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. പറമ്പിലോട്ട് ഇറങ്ങി 4 കിളയങ്ങ് കളച്ചാൽ മതി. പിന്നെ ബാലേട്ടന്റെ കൂട്ടല്ലേ എല്ലാരും രാവിലെ തൂമ്പിയിട്ട് പറമ്പിൽ പോവാൻ. എല്ലു മുറിയെ പണിയെടുത്താലേ പല്ല് മുറിയെ തിന്നാം അല്ലേ അങ്കിളെ? അതാണ്. ആ. ഡാഡി ഒന്ന് വിളിച്ചു നോക്കണേ. വന്നാ ഒരു ദിവസം കൂടി എനിക്ക് ഇവിടെ നിക്കാലോ. അളിയൻ ഇവിടെ എത്തിക്കുന്ന അരി ഞാൻ ഏറ്റു. പോരെ? ആ മോള് ആ. ആരാ? സുമ ടീച്ചർ അല്ലേ? അതെ. എനിക്കൊരു ഒരു കാര്യം മിനിറ്റ്. പറയാനുണ്ടായിരുന്നു. വരൂ. ഞാൻ വന്നത് ഡാൻസ് അക്കാദമിയുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു നൃത്തശില്പം അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുറച്ച് ദിവസം പ്രാക്ടീസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മുമ്പ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പ്രാക്ടീസ് ഇല്ല. എനിക്കൊന്ന് ടീച്ചർ ഒന്ന് ക്ലാസ് എടുത്ത് തരണം. ഇവിടെ 3 ടൈം ക്ലാസ് ആണ് എടുക്കുന്നത്. മോർണിംഗ്, നൂൺ, ഈവനിങ്. ഓക്കെ. ഇതിന്റെ ഇടയിൽ സമയം കിട്ടുകയെന്ന് വെച്ചാ നൈറ്റ് ഒരു 7:30 പറ്റുമോ? മതി 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 ടീച്ചർ. എവിടെ വീട്? ആനച്ചാലെന്ന് പറയും. 3 അടുത്താ. ഇവിടെ ഇവിടെ എന്റെ ഒരു കസിന്റെ വീടുണ്ട്, ഫോർട്ട് കൊച്ചി. ഓ ശരി, എന്നെ വിളിച്ചാ മതി. ആ ഓക്കെ, ശരി ടീച്ചർ, ബൈ. അപ്പൊ ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. വരൂ. 1 2 ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാനും കൂടെ ഒന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴുത് വന്നാലോ? അത് നല്ല കാര്യം അളിയാ. ഈ കുംഭഭരണി കഴിഞ്ഞ 10ാം നാൾ ഉത്സവമാണ്. ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിലായ പിന്നെ ഇവിടുത്തെ നാട്ടുകാരാണ് നമ്മുടെ ഉത്സവം നടത്തുന്നതെന്ന് അളിയാൻ അറിയാലോ. ഇത്തവണ 3 ദിവസം അന്നദാനം നടത്തുന്നത്. അതിലൊരു ദിവസേ സിന്ധുവിന്റെ പേരില്ല. എന്തിനാളിയാ ഒരു ദിവസം ആക്കുന്നത്? 3 ദിവസം നമുക്ക് തന്നെ നടത്താം. എന്നാ അങ്ങനെ ആവട്ടെ, ഞാൻ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു. അളിയാ, നമ്മുടെ ഗൗരിമോളെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല കേട്ടോ. കൊള്ളാവുന്ന ഒരുത്തിന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കണ്ട. എന്റെ പൊന്നടിയ, നാട്ടുകാരോടും വീട്ടുകാരോടും ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. ഇനിയെല്ലാം അവളുടെ തീരുമാനത്തിന് വിട്ടേക്കുക. നന്ദേട്ടാ, അമ്പലത്തിലേക്ക് വരുന്നില്ലേ? 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ റെഡിയാവാം. ആ എന്നാ അളിയനെ പോയിട്ട് വൈകിട്ട് നമുക്കൊന്ന് ഉഷാറാക്കാം. പറയണ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആട്ടികളിയാ കലക്കി.
ഗൗരി, വീട്ടില് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മാം. പിന്നെന്താ വിശേഷങ്ങളൊക്കെ? ടീച്ചറോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ സമയം പോണതേ അറിയുന്നില്ല. എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. പിന്നെ കാണാട്ടോ. ഓക്കെ, അപ്പൊ നാളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സെപ്റ്റംബർ 5 ഇനി 7 ഡേയ്സേ ഉള്ളൂ. ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് കിട്ടാൻ വലിയ പാടാ. നീ ഇവിടെ കാണുന്ന തീരുമാനം പറഞ്ഞില്ല, പെട്ടെന്ന് പറ. ഇത്തവണ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഈ ബർത്ത്ഡേ ഇവിടെ അങ്ങ് അടിച്ചു പൊളിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെ എല്ലാരെയും വിളിക്കാം, നമുക്ക് അടിച്ച് പൊളിക്കാം. ഡാഡി, എന്റെ മനസ്സിൽ ഒരാളോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ, അങ്ങനെ വരട്ടെ. എന്റെ ലിസ്റ്റിലുള്ള ആളാണോ? ആണോ? ആ, ഡാഡിയുടെ ലിസ്റ്റിലുള്ള ആളാണെന്ന് ചോദിച്ചാ അതെ. കുര്യൻ പറഞ്ഞ ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. പിന്നെ ബർത്ത്ഡേക്ക് പുറത്തുനിന്നുള്ള ആരും വേണ്ട. ഞാനീ പറഞ്ഞ ഈ ആള് മതി ചീഫ് ഗസ്റ്റ് ആയിട്ട്. ഓഫ്, ഈ ഉള്ള കാര്യം തെളിച്ചു വിടാ, തൊട്ടും തൊടിച്ചു പറയാതെ. ആരാ? സമയാവട്ടെ പറയാം. സമയവും കാലവും നോക്കാതെ എന്നെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ പറ. ആദ്യം ഡാഡി ആളെ കാണ്, പിന്നെ ഡാഡി ആൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. അതൊക്കെ കൊടുക്കാം. എന്താ വേണ്ടത്? ഒരു റിങ്, അതും നല്ല സ്റ്റൈലായിട്ട് ഒരെണ്ണം. ഡയമണ്ട്? നമ്മൾ കൊടുക്കുന്നത് മോശമാവാൻ പാടില്ലല്ലോ. അതിനെന്താ, ഡയമണ്ട് തന്നെ ആയാലോ? അതെന്തായാലും മോശമായി. സാധാരണ ബർത്ത്ഡേക്ക് നന്ദനെ മോളെ ഇവിടെ നാട്ടിൽ കിട്ടാറില്ല. ഇതിപ്പോൾ നിങ്ങൾ മാത്രം ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ എന്നോട് പോലും പറയാതെ. താൻ പേടിക്കണ്ടോ? തനിക്ക് ഈ ഒരു സദ്യ കിട്ടില്ല ചെയ്യും. താൻ വിഷമിക്കണ്ട. താനൊരു ശബ്ദം എടുത്ത കാര്യം പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്റെ മോളെ കല്യാണ സദ്യ എന്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നുള്ള കാര്യം. ഇന്നത്തെ റെഡിയായി നിന്നോ, ഒരു കല്യാണ സദ്യ കഴിക്കാനുള്ള ചാൻസ് വന്നിട്ടുണ്ട്. എന്ത്? ശരിയാണെന്നേ, അവൾക്കൊരാളെ ഇഷ്ടമാണെന്നൊക്കെയാണ് പറയുന്നത്. ആള് നമ്മൾ ഇഷ്ടപ്പെട്ട ആള് തന്നെയാണോ ഞാൻ ചോദിച്ചു. അതെനിക്ക് സമാധാനമായി. ആരാന്ന് പറഞ്ഞില്ല, സസ്പെൻസ് ആക്കി വെച്ചോളാൻ പറഞ്ഞു. ആണോ? എന്തായാലും കുര്യന്റെ ലിസ്റ്റിലുള്ള ആള് തന്നെയാണ്. ആ കാര്യം എനിക്ക് സമാധാനമായി. എന്തായാലും ഇന്ന് കാണും, മോതിരം കൈമാറും. അത്രയൊക്കെ കാര്യങ്ങൾ. ലിസ്റ്റിലുള്ള ആളായതുകൊണ്ട് ഞാനങ്ങ് സംഭവിച്ചു. ഓക്കെ, അങ്ങനെ മോതിരവും വാങ്ങിച്ചാൽ പോവാണ്. എന്തായാലും കുര്യനും ഡ്രൈവറും ജംഗ്ഷനിൽ ഇറങ്ങിക്കോ, ഞാൻ തനിച്ചേ പോകുന്നു. എന്തായാലും അവളുടെ അതാണ് വേണ്ട. എന്നാലും എന്റെ ലിസ്റ്റിലുള്ള ഏത് പയ്യനാടോ തന്റെ മരുമകനാകാൻ യോഗ്യൻ? എന്തായാലും നല്ല കാര്യം. അപ്പോൾ മോളോട് എൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. വൈകുന്നേരം ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. അത് ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ്. ഓ, കാത്തിരുന്നു. വേഗം വാ, ഇവിടെ ഗസ്റ്റ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. അയ്യോ സോറി മോളെ, ഞാൻ റിങ് എടുത്തപ്പോ സമയം ലേറ്റ് ആയി. പിന്നെ കുര്യങ്ങൾ വണ്ടിയിലുണ്ടായിരുന്നു. കുര്യങ്ങൾ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ഒരു 10 മിനിറ്റിന് മുമ്പ് ഞാൻ എടുത്തു. ഓക്കെ, ബൈ ബൈ. ആ, സുമ ഇവിടെ? ഡാഡി, ഇതാണ് ഞാൻ പറഞ്ഞ ഗസ്റ്റ്. അപ്പൊ എന്റെ ലിസ്റ്റിലുള്ള ആളെന്ന് പറഞ്ഞിട്ട്? ഡാഡിയുടെ ലിസ്റ്റിലുള്ള ആള് തന്നെയല്ലേ ഇതും. ഗൗരി, നിങ്ങളെങ്ങനെ? നന്ദേട്ടന്റെ അല്ല, നന്ദൻ സാറിന്റെ മകളാണ് ഗൗരി എന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ഒന്ന് വന്നേ. ഡാഡി, ഡാഡി, എന്താ ഗൗരി ഇതെല്ലാം? നിനക്കിതൊരു കുട്ടികളെ മാറിയില്ലേ? അവളെ തിരിച്ചുകൊണ്ടേ വിട്. കൊണ്ടുവിടാനല്ല ഞാൻ വിളിച്ചു വരുത്തിയത്.
പിന്നെ അവരോട് താമസിപ്പിക്കണം. അത് ഡാഡിയുടെ ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ ഞാൻ വിളിച്ചു വരുത്തിയത്. വീട്ടിൽ വരുന്നവരോടൊന്ന് സംസാരിച്ചൂടെ ഡാഡി? ശ്ശോ, ചെല്ല്, സംസാരിക്ക്. ആ ഗൗരി. ചെല്ല് ഡാഡി. ശ്ശോ. 25 വർഷം മുമ്പുള്ള ഓർത്തെടുക്കാൻ എനിക്കിപ്പോ താല്പര്യമില്ല. ഇത് സാറിന്റെ വീടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഗൗരിക്ക് ഡാൻസ് പ്രാക്ടീസ് കൊടുക്കുന്നതിനിടയിലാ ഇന്ന് ബർത്ത്ഡേ ആണെന്നും ഇവിടെ വരണമെന്നും അവള് നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ മോൾ എനിക്ക് നൽകിയ വല്ലാത്തൊരു സസ്പെൻസ് ആണിത്. ഒരിക്കലും ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഞാൻ പോയിക്കോളാം. മോളോടൊന്ന് പറഞ്ഞേക്കൂ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് ഇല്ല, ഗൗരി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തിരികെ പോവാൻ ഞാൻ ടാക്സി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടം വരെ ആക്കാം. ഗൗരിയെ ഞാനിതൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. സുമയുടെ ഭർത്താവും കുട്ടികളും. ഞാനിനിയും കല്യാണം കഴിച്ചിട്ടില്ല. ജീവിതത്തിലൊരു കോട്ട് വേണമെന്ന് സുമയ്ക്ക് തോന്നിയിട്ടില്ലേ? ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര നാൾ? ഒറ്റയ്ക്ക് കഴിയുന്ന എത്രയോ പേരില്ലേ? ഞാൻ സുമയോട് ചതി ചെയ്തുവെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വേണ്ട സർ. സാറ് പറഞ്ഞതുപോലെ 25 വർഷം മുമ്പുള്ളതൊന്നും വീണ്ടും ഓർമ്മിപ്പിക്കണ്ട. ഒന്നും ഞാൻ മനഃപൂർവ്വമായിരുന്നില്ല സുമ. അന്നത്തെ എൻ്റെ സാഹചര്യം അത് നന്നായി അറിയാവുന്നില്ല സുമയ്ക്ക്. എന്റെ വിധിയിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഒരുപാട് ഓർമ്മകൾ എനിക്ക് തന്നിട്ടുണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക്. സുമ അന്ന് സമ്മതിച്ചതുകൊണ്ടല്ലേ ലക്ഷ്മിയെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടിയത്. എന്നിട്ടും താൻ ഇങ്ങനെ ഒറ്റയ്ക്ക്. ഒരാൾക്ക് മനസ്സിലിടം കൊടുത്തിട്ട് മറ്റൊരാളുടെ ഭാര്യയാവാൻ എനിക്കാവുമായിരുന്നില്ല. പിന്നെ എന്തിനായിരുന്നു നീ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയത്? അന്ന് അമ്മാവൻ എന്നെ കാണാൻ വന്നിരുന്നു. മോളൊന്ന് നിന്നേ. ഉം? ഞാൻ മോളെ ഒന്ന് കാണാതിരിക്കുകയായിരുന്നു. മോളും നന്ദനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എൻ്റെ ലക്ഷ്മിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഞാൻ മോളോട് യാചിക്കുകയാണ്. നന്ദൻ്റെ കയ്യിൽ എൻ്റെ ലക്ഷ്മി ഏൽപ്പിക്കാൻ മോൾ എന്നെ ഒന്ന് സഹായിക്കണം. ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് അന്ന് അമ്മാവൻ അത് പറഞ്ഞത്. അതുകൊണ്ടാ എന്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഇന്നും ആ ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ നന്ദേട്ടാന്നൊന്ന് വിളിച്ചോട്ടെ? നന്ദേട്ടന് നല്ലതേ വരൂ. ഞാൻ മനസ്സിൽ പോലും നന്ദേട്ടനെ ശപിച്ചിട്ടില്ല.
ടാക്സി വന്നില്ലേ? വന്നു. എനിക്ക് പോകാൻ തോന്നിയില്ല. വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. വരാൻ വേണ്ടി ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു. കണ്ടപ്പോ കൊതിയായി. അതാ ഞാൻ പോവാതിരുന്ന. ഡാഡി ആൻറ്റിയെ പറഞ്ഞു വിടില്ല. എൻ്റെ ഡാഡി അത്രയ്ക്ക് ക്രൂരനൊന്നുമല്ല. ഡാഡി ആൻറ്റിയും കൊണ്ടേ തിരിച്ചു വരും.